cuties, it's me Neeraja Amos, Indian Secret Foodie. Welcome back to my YouTube channel. ഈ വീഡിയോൻ്റെയും ഇൻട്രോ ഞാൻ ഇന്ന് UK നിന്നാണ് എടുക്കുന്നത്. പക്ഷേ വീഡിയോ ഇന്ത്യയിലെ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ 45 ദിവസത്തെ ലീവിന് വേണ്ടി നാട്ടിൽ പോയ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഈ 45 ദിവസം പോയത് മെയിനായിട്ട് പോയത് കല്യാണത്തിനാണ്, പിന്നെ ഫാമിലിയേക്കാണ്. ഇത് കൂടാതെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നാട്ടിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതായത് UK നമുക്ക് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ നാട്ടിൽ ചെയ്യാനുണ്ട്. അപ്പം അത് എന്തൊക്കെയാണ് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് ഞാൻ അവിടെ പോയത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്തത്, കൂടാതെ ഞാൻ ആഗ്രഹിച്ച് ചെയ്യാൻ പോയ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതായത് ബാങ്കിൽ പോകണം, പിന്നെ എയർടെലിൻ്റെ ഷോറൂമിൽ പോകണം. ഇതിലൊക്കെ എന്തിനാണ് പോയതെന്ന് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നല്ല ഫുഡ്, ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കണം, അത് എവിടെ നിന്നാണ് കഴിച്ചത്, എന്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് പോയത്, പിന്നെ അച്ഛനും അമ്മയും കൊണ്ട് എവിടെയൊക്കെയാണ് പോയത്, ഇതൊക്കെ അടങ്ങിയിരിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് പോകാം വീഡിയോയിലേക്ക്. നാട്ടിൽ ചെന്നിട്ട് ഈ ഒരു കാര്യം ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നതേ അല്ല. കാരണം ഇത്രയും വർഷവും ഞാൻ AC ഇല്ലാതെ വളർന്ന ഒരു ജീവിത രീതിയാണ് എൻ്റെത്. പക്ഷേ ഇത്തവണ നാട്ടിൽ ചെന്നപ്പം എനിക്ക് വല്ല അസുഖവും പിടിപെട്ട് ഞാൻ മരിച്ചു പോകും എന്നുള്ളൊരവസ്ഥ എനിക്ക് വന്നതുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും എല്ലാവരും ഈ ഒരു ചൂടിലല്ലേ നിൽക്കുന്നത്, അവർക്ക് എല്ലാവർക്കും കൂടി വേണ്ടി ഒരു AC വാങ്ങിച്ചു കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. അപ്പോൾ ട്രിവാൻഡ്രം പോലീസ് ക്യാൻറ്റീനിൽ നിന്ന് ഓൾട്ടാസിൻ്റെ ഒരു 1 ടണ്ണുള്ള ഒരു AC ആണ് മേടിച്ചിരിക്കുന്നത്. അപ്പം നല്ല എന്ന് വെച്ചാൽ UK നിന്ന് ക്ലൈമറ്റ് മാറി നമ്മൾ പെട്ടെന്ന് നാട്ടിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു അവസ്ഥ ഞാൻ നിങ്ങളടുത്ത് എക്സ്പെഷ്യലി പറയണ്ടല്ലോ. ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു എനിക്കിപ്പോഴെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും സത്യം പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. അതായത് ട്രിവാൻഡ്രത്ത് നമ്മുടെ പോലീസ് ക്യാൻറ്റീനിലുള്ള, അതായത് നമ്മുടെ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞല്ലോ, പേരൂർക്കടയിൽ നിന്ന് തിരുമ്പുള്ള പോലീസ് ക്യാൻറ്റീനിൽ നിന്നാണ് ഓൾട്ടാസിൻ്റെ ഇത് വാങ്ങിച്ചത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പോലീസ് ചേട്ടനായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ്റെ കാർഡ് വെച്ചാണ് ഞങ്ങൾ ഇതിൽ കയറി. ഒരു 10-15% ഡിസ്കൗണ്ടിലാണ് കിട്ടിയത്. എൻ്റെ വീട്ടിൽ AC വെച്ചു ഗൈസ്, AC വെച്ചു. AC വെക്കുന്നതൊരു വലിയ കാര്യമല്ല, പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ AC അത്യാവശ്യമായിരുന്നു. അപ്പം ഞങ്ങൾ 2 ബെഡ് ഒരു റൂമിലാക്കി ഫാമിലി എല്ലാവർക്കും കൂടി ഇവിടെ കിടക്കാമെന്ന് വെച്ചു. സീരിയസ്ലി എനിക്ക് ഇവിടെ നിന്നുണ്ടല്ലോ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ആ ഒരു ഡിഫറൻറ്റ് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഞാൻ കുറേ നേരം കൂടെ AC ഓൺ ചെയ്തിട്ടേക്കാണ്, ഇച്ചിരി തണുപ്പ് കൂടട്ടെ എന്ന് കരുതിയിട്ട്. പക്ഷേ ആ ഒരു ഇത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അതിന് നല്ല ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഞാൻ വന്ന് 2ാമത്തെ ദിവസം ശ്രമിച്ചു AC വാങ്ങി. ഫസ്റ്റ് ദിവസം AC വാങ്ങിച്ചു, 2ാം ദിവസം ഒരു സെറ്റ് ചെയ്യാൻ വന്ന് ഒരു സെറ്റ് ചെയ്തു. 3ാമത്തെ ദിവസം ഈ വയറിങ്ങും കാര്യങ്ങളൊക്കെ ഒരാൾ വന്ന് സെറ്റ് ചെയ്തു. ഇപ്പോൾ AC സെറ്റാണ്, സിംഗിടാ. സോ ഇപ്പോൾ ഒരു സുഖമുണ്ട് ഗൈസ്, ഇപ്പോൾ ഒരു ആത്മവിശ്വാസമുണ്ട്. കുഴപ്പമില്ല, ഞാൻ കയറി പോയാലോ എന്ന് വരെ ആലോചിച്ചതാണ്. സൂപ്പർ. ഇത് എൻ്റെ അച്ഛൻ കിടക്കാൻ പോവുകയാണ് ഇവിടെ. അതിനുശേഷമുള്ള മെയിൻ കാര്യമായിരുന്നു 2-3 ടെമ്പിളുകളിൽ ഉറപ്പായിട്ട് പോകണമെന്നുണ്ടായിരുന്നു. കാരണം വീട്ടിലായിരുന്ന സമയത്ത്, അല്ല UK സമയത്ത് എന്തെങ്കിലും പറയുമ്പോൾ ഈ അമ്പലത്തിൽ പോയി ഇങ്ങനെ ചെയ്യാമെന്ന് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു മഹാഗണപതി ക്ഷേത്രവും പിന്നെ ട്രിവാൻഡ്രത്തുള്ള നമ്മളെ പത്മനാഭ സ്വാമി ക്ഷേത്രവും കരിക്കക ക്ഷേത്രത്തും ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ആണ് ഗൈസ് ഹെയർ സലൂൺ. നിങ്ങൾക്കറിയാമല്ലോ, മുന്നിൽ നമ്മൾ വന്ന് ഹെയർ സ്മൂത്തനിങ് ചെയ്തിട്ട് പോയി. ഇപ്പം നമ്മൾ വന്നേക്കുന്നത് ഹെയർ കളർ ചെയ്യാനാണ്. ഓക്കെ. UK സമയത്ത് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച കാര്യമാണ് ഹെയർ കളറിങ്ങും സ്മൂത്തനിങ്ങും. ബിക്കോസ് ഞാൻ നാട്ടിൽ നിന്ന് സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു സമയത്ത് 1 വർഷം കഴിഞ്ഞപ്പം ഗ്രോ ആയ മുടിയൊക്കെ ചുരുണ്ട് വരാൻ തുടങ്ങി. അപ്പം ഭയങ്കര വൃത്തികേടായി തുടങ്ങി. ബാക്കിയുള്ള മുടി സ്ട്രെയിറ്റ് ആയിട്ടും ബാക്കിയുള്ള മുടി ഒരുമാതിരി ചുരുണ്ടായിട്ടും. അങ്ങനെ നാട്ടിൽ പോയിട്ട് സ്മൂത്തനിങ് ചെയ്യണം, ഹെയർ കളർ ചെയ്യണം. UK ഇല്ലാത്തത് കൊണ്ടല്ല, പക്ഷേ UK ചെയ്തവരുടെ എക്സ്പീരിയൻസ് വളരെ ബാഡായിരുന്നു. എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് വേണ്ടാന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടിൽ പോയി ചെയ്യണം എന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ നാട്ടിൽ പോയി നമ്മുടെ ഫെയർ സലൂണിൽ പോയാണ് സ്മൂത്തനിങ്ങും കളറിങ്ങും ചെയ്തത്. കളറിങ് ഒരു ബ്ലോണ്ട് ലൈക്ക് റെഡ് പോലത്തെ ഒരു കളറും പിന്നെ ഒരു ഗോൾഡിൽ ചെയ്യുന്നത് 2 കളറാണ് ചെയ്തത്. 2500 ആണ് ഞങ്ങൾക്ക് ആ കളറിന് ഇതൊക്കെ എടുത്തിട്ട് ആയിട്ടുള്ളത്. കളർ ചെയ്തതിൻ്റെ വീഡിയോ ലാസ്റ്റ് വീഡിയോൻ്റെ ബാക്കിയുണ്ടാവും. UK ഹെയർ ട്രീറ്റ്മെൻറ്റൊക്കെ ഒരുപാടുണ്ട്, പക്ഷേ എനിക്കറിവിലുള്ളവരൊക്കെ ചെയ്തു. അതൊന്നും നല്ലൊരു റിസൾട്ടായിരുന്നില്ല. കളറിനാണെങ്കിൽ മുടി നന്നായിട്ട് ഡാമേജ് ആയിരുന്നു. അതൊക്കെ എല്ലാവരും പറയും നാട്ടിലെക്കാളും നല്ല അടിപൊളി സാധനങ്ങളൊക്കെ കിട്ടുന്ന കിട്ടുള്ളൂ. UK നല്ല സാധനങ്ങൾ കിട്ടും. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ നമ്മുടെ നാട്ടിലത്തെ ബ്യൂട്ടീഷ്യൻ അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങനെ ബ്യൂട്ടി പാർലറിൽ നിൽക്കുന്ന സ്റ്റാഫുകളുടെ അത്ര പോലും എക്സ്പീരിയൻസ് ഇല്ലാതെ പെട്ടെന്ന് എന്തോ ഒരു കോഴ്സ് പഠിച്ചിട്ട് അവർ ബ്യൂട്ടി പാർലറിലിട്ട് ചെയ്യും.
ഐബ്രോ എക്സ്റ്റൻഷൻസ്, പിന്നെ ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ്സൊക്കെ ഇവിടെ നല്ലതാണ്. കാരണം ഹെയർ റിമൂവൽ ട്രീറ്റ്മെൻറ്റും പിന്നെ ഫേസിൽ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്സും ഒക്കെ ഇവിടെ നല്ല റിസൾട്ടാണ് തരുന്നത്. സോ ഇതാണ് ലൈക്ക് 2 കളർ ചെയ്തപ്പോഴത്തേക്കും എൻ്റെ മുടീൻ്റെ ഒരു അവസ്ഥയെന്ന് പറയുന്നത്. എനിക്ക് പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം ഇത് കഴിഞ്ഞിറങ്ങിയപ്പോൾ ഞാൻ തന്നെ ലുക്കിലേക്ക് വാവുമായിട്ട് ഇങ്ങനെ എന്താ രസം എന്താ സുഖം എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു എനിക്ക്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന സംഭവം എന്ന് പറഞ്ഞാൽ നാട്ടിലെ ഉത്സവമാണ്. എത്രയൊക്കെ മഷിയിട്ട് നോക്കിയാലും UK ഇങ്ങനെ ഒരു സംഭവം കാണാൻ പറ്റത്തില്ല. ആ ഒരു ആനയും വിളക്കെഴുന്നള്ളിപ്പും പിന്നെ നമ്മളെ വീട്ടിൻ്റെ മുന്നിൽ വെക്കുന്ന നിറപറയും ഡാൻസും പാട്ടും ഗാനമേളയും നാടൻ പാട്ടും എന്നൊക്കെ ചേർന്നിട്ട് എന്തൊരു ആഘോഷമാണ്. ആ ഒരു സംഭവം ഞാൻ ഉറപ്പായിട്ടും എക്സ്പ്ലോർ ചെയ്യണമെന്ന് പറഞ്ഞാണ് ഉത്സവ സീസണിൽ പോയത്. ഞാൻ പോയ സമയത്ത് ഒരുപാട് വീട്ടിൻ്റെ അടുത്തുള്ള അമ്പലങ്ങളിലാണെങ്കിലും വലിയ വലിയ അമ്പലങ്ങളിലാണെങ്കിലും ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പങ്കെടുക്കണം എന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷെ അത് നടന്നില്ല. അപ്പം ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള എല്ലാ അമ്പലങ്ങളിലും ഓടിച്ചാടിപ്പോയി ഉത്സവങ്ങളെല്ലാം പങ്കെടുത്തു. ഗൈസ്, എൻ്റെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ മേടിക്കുക എന്നുള്ളതാണ്. സ്റ്റുഡിയോയിലൊക്കെ പോയി കുറച്ച് ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുത്ത് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എല്ലാം പോർട്രേറ്റാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം നമ്മൾ രാമചന്ദ്ര പോവാണ്. കോസ്മെറ്റിക്സ് അല്ല, കുറച്ച് ഐലൈനറും ക്ലിപ്സും കാര്യങ്ങളൊക്കെ മേടിക്കണം. അതൊക്കെ വെച്ച് ബ്രാൻഡഡ് തന്നെ വേണമെന്ന് നമുക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. കാരണം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനമല്ലേ. ഇപ്പം നമ്മൾ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുവാണ് ഗൈസ്. സോ നല്ല വെയിലുണ്ട് മീൻസ് നല്ല വെയിലുണ്ട്. സൺസ്ക്രീമൊക്കെ വാരി ഒപ്പിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും രാമചന്ദ്രൻ്റെ അകത്ത് പോയിട്ട് വാങ്ങുന്ന സാധനങ്ങൾ കാണിച്ചു തരാം കേട്ടോ. നാട്ടിൽ വന്നതുകൊണ്ട് തന്നെ ഉപയോഗിക്കാനുള്ള കോസ്മെറ്റിക്സോ ക്ലിപ്പോ സാധനങ്ങളോ ഒന്നും തന്നെ ഞാൻ കൊണ്ടുവന്നില്ല. വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. കാരണം ഇവിടുന്ന് ഒരുപാട് സാധനങ്ങൾ തിരിച്ച് UK കൊണ്ടുപോകാനുള്ളതാണ്. അപ്പോൾ ഞാൻ വന്നതിൻ്റെ അടുത്ത ദിവസം തന്നെ ചെന്നിട്ട് എനിക്ക് ആവശ്യമുള്ള കോസ്മെറ്റിക്സും സാധനങ്ങളും ക്ലിപ്പും സ്ലൈഡും ബണ്ണും ഒക്കെ ഞാൻ രാമചന്ദ്ര എന്ന് പറയുന്ന നമുക്കറിയാലോ, ട്രിവാൻഡ്രം രാമചന്ദ്രയിൽ ഇങ്ങനെയൊരു കോസ്മെറ്റിക്സ് മാത്രം കൊടുക്കുന്ന ഒരു കടയുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ടാണ് ഞാൻ മേടിച്ചത്. അതുപോലെ തന്നെ 2-3 ചെപ്പലും. അപ്പോൾ നമ്മുടെ UK മഷിയിട്ട് നോക്കിയാൽ പോലും ഇങ്ങനത്തെ ചെപ്പൽ കാണത്തില്ല. ഇങ്ങനത്തെ ചെപ്പലൊക്കെ നാട്ടിൽ നിന്ന് മേടിച്ചിട്ട് പോകണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പോയ ഫസ്റ്റ് വീക്കാണ് മേടിച്ചതെങ്കിലും ഇത് തിരിച്ച് എനിക്ക് UK കൊണ്ടുവരാനും കൂടെ ഉള്ളൊരു ട്രിവാൻഡ്രത്ത് നല്ല അടിപൊളി സർബത്ത് കിട്ടുന്ന കടയാണ് നമ്മുടെ ഈ പാളയത്ത് ഈ ഒരു പുറകിലിരിക്കുന്ന ഈ ഒരു അപ്പൂപ്പൻ്റെ കട. അപ്പം അത് എനിക്ക് നാട്ടിൽ പോകുമ്പോൾ കുടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. മുന്തിരി സർബത്തും ഓറഞ്ച് സർബത്തും എന്തൊരു ടേസ്റ്റ് ആയിരുന്നോ എന്നറിയാവോ. അടുത്ത എൻ്റെ മെയിൻ ലക്ഷ്യമായിരുന്നു നാട്ടിൽ പോയിട്ട് കാറ് മേടിക്കണം എന്നുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കാറിൻ്റെ കഥ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. വളരെ വിഷമത്തോടെയാണ് ഞാൻ ഈ കാർ എടുക്കുന്നത്. പക്ഷേ കുഴപ്പമില്ല, എന്തായാലും ആ ഒരു ആഗ്രഹം സാധിച്ചു. അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് ഒരു കാറ് മേടിച്ചു കൊടുത്തു. അടുത്ത എൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു പല്ല് എനിക്കൊന്ന് ഫുള്ളായിട്ട് പോയി ചെക്ക് ചെയ്യണം. കാരണം നമ്മുടെ UK ഡെൻ്റലിന് ഭയങ്കര പ്രോബ്ലംസ് ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള തന്നെ ഡെൻ്റൽ ക്ലിനിക്കിൽ പോയിട്ട് ഫുള്ളും ചെക്ക് ചെയ്തു. ബട്ട് പല്ലിനൊന്നും വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതി ഞാൻ അവിടെ നിന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ്. അപ്പം ഒരുപാട് അഴുക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം നമ്മളിവിടെ പല്ലും കാര്യങ്ങളൊന്നും അങ്ങനെ നല്ല രീതിയിൽ ശ്രദ്ധിക്കത്തില്ലല്ലോ. പിന്നെ അതുകൊണ്ട് തന്നെ ഡെൻ്റലിൻ്റെ പ്രശ്നം ഫുള്ളും എനിക്ക്
പരിഹരിച്ചിട്ടേ വീട്ടിലോട്ട് തിരിച്ചു വരാവൂല്ല UK തിരിച്ചു വരാവുന്നുണ്ടായിരുന്നുള്ളൂ. കാരണം ഇവിടെ ഒരു പല്ലിന് വേദന വന്നാൽ പോലും നമ്മളെ ശുശ്രൂഷിക്കാൻ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ പോലും വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ പല്ലിൻ്റെ അസുഖങ്ങളൊക്കെ നോക്കി. എൻ്റെ അണപ്പല്ലിൻ്റെ 2-3 ഭാഗം കുറച്ച് പ്രശ്നമുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എനിക്ക് ചികിത്സിക്കാനുള്ളൊരു സമയം എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അത് കുറച്ച് നാൾ നീണ്ടു പോകുമെന്നാണ് അവർ പറയുന്നത്. അപ്പം പല്ല് ക്ലിനിക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരുവാണ് ചെയ്തത്. സോ ഗായ്സ്, UK വന്ന് ചെയ്ത് തീർക്കാനുള്ള കാര്യങ്ങളിൽ അടുത്തതായിരുന്നു പല്ല് ക്ലീൻ ചെയ്യുക എന്നുള്ളത്. കാരണം ഞാൻ ഓരോ 6 മാസം കൂടുമ്പോഴും ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ UK പോയതിന് ശേഷം UK പോയതിന് ശേഷം എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ 2 വർഷത്തിന് ശേഷം ഞാനിതിപ്പോഴാണ് ചെയ്യുന്നത്. നല്ല രീതിയിൽ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇത്രയും നാളെ നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ ബ്രഷിങ് ആണെങ്കിൽ പോലും നല്ല രീതിയിലല്ല ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ വീടിൻ്റെ അടുത്തുള്ള തന്നെ ഒരു ക്ലിനിക്കിൽ പോയിട്ട് പല്ല് ക്ലീൻ ചെയ്തു. 700 റുപ്പീസ് എന്തോ ആയി. അപ്പം അത് എപ്പോഴും ചെയ്യണം എന്നല്ല, ഇനാമലൊക്കെ നഷ്ടപ്പെടുന്നൊക്കെ അവർ പറയുന്ന കേൾക്കാം. പക്ഷേ എനിക്കത് ചെയ്തില്ലെങ്കിൽ ഒരു ഡിസ്കംഫർട്ടബിളാണ്. നമ്മൾ ചിരിക്കുമ്പോഴൊക്കെ പല്ല് നല്ല തിളങ്ങണ്ടേ ഇങ്ങനെ. അടുത്ത എൻ്റെ ഏറ്റവും വലിയ ടാസ്ക് ആയിരുന്നു എൻ്റെ അക്കൗണ്ടുകൾ എല്ലാം. അതായത് നാട്ടിൽ എനിക്ക് 3 അക്കൗണ്ടുകളുണ്ട്. അതെല്ലാം ഏതെങ്കിലും ഒന്ന് NRI അക്കൗണ്ടും ആക്കണം. പിന്നെ എല്ലാത്തിൻ്റെയും ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ പാസ്വേഡും യൂസർ ഐഡിയും കണ്ടെത്തണം. അങ്ങനെ ഞാൻ ആദ്യം ആക്സിസ് ബാങ്കിൽ പോയി, പിന്നെ SBI പോയി, പിന്നെ ഫെഡറൽ ബാങ്കിൽ പോയി. SBIയിൽ പോയിട്ട് എനിക്ക് NRI അക്കൗണ്ട് ആക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ എൻ്റെ അടുത്ത് ഇവിടുത്തെ ബാങ്കിൽ നിന്ന് എന്തൊക്കെയോ സൈൻ ചെയ്യിപ്പിച്ചു കൊണ്ട് വരണം, അങ്ങനെ ഇങ്ങനെ. ഇത് ഭയങ്കര റൂൾസാണ്. ഇവരിതൊക്കെ കൊണ്ട് എന്താണ് ഈ SBI ബാങ്കുകാർ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അതേസമയം ഞാൻ ഫെഡറൽ ബാങ്കിൽ പോയപ്പോഴത്തേക്കും BRP കാർഡിൻ്റെ കോപ്പിയും എന്തെങ്കിലും ഒരു കോപ്പിയും കൂടെ തന്നാൽ ഇന്ന് തന്നെ ചെയ്തു തരാമെന്ന് പറഞ്ഞു. എനിക്ക് ആ ഒരു സ്പോട്ടിൽ തന്നെ അവരെനിക്ക് ചെയ്തു തരുവാണ് ചെയ്തത്. പൈസ എല്ലാം തികഞ്ഞ് ഞാൻ 2ാമത്തെ ബാങ്കിൽ ഫസ്റ്റ് വന്ന് NRI അക്കൗണ്ട് തുടങ്ങാൻ എന്തൊക്കെ വേണം ചോദിച്ചു. അവരെൻ്റെ അടുത്ത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പോയി കോപ്പി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഞാൻ പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കും ബാങ്കിലുള്ളവരെല്ലാവരും ബ്രേക്കിനും ഇനി ½ an hour കഴിഞ്ഞേ വരത്തുള്ളൂ. ഭാഗ്യത്തിന് എൻ്റെ വീട് ഇവിടെ അടുത്തായതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ പോയിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വരാം, അതായിരിക്കും ബെറ്റർ. ആധാർ കാർഡിൻ്റെ കോപ്പിയും പാസ്പോർട്ടിൻ്റെ കോപ്പിയും BRP കാർഡിൻ്റെ കോപ്പിയും കൊടുത്തപ്പോഴത്തേക്കും കുറച്ച് നേരം എനിക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ടത്. കാരണം അവിടെ ഇച്ചിരി 2 തിരക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ഉടനെ തന്നെ അവരെൻ്റെ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം മേടിച്ചിട്ട് എൻ്റെ സൈനും മേടിച്ച് 2 ഫോട്ടോയും മേടിച്ചിട്ട് എനിക്ക് എൻ്റെ NRI അക്കൗണ്ട് ഓപ്പൺ ആക്കി തന്നു. 2-3 ദിവസത്തിനുള്ളിൽ കാർഡും ബാങ്കിൻ്റെ ചെക്ക് ബുക്കും അതൊക്കെ വരും, അപ്പോൾ വന്ന് മേടിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. വളരെ ഈസി ആയിട്ട് ഫെഡറൽ ബാങ്ക് എനിക്ക് ചെയ്തു തന്നു. ഈ ഒരു SBI ബാങ്കിൻ്റെ ലാഭമാണോ സ്റ്റാഫുകാർ നോക്കുന്നത്, നഷ്ടമാണോ സ്റ്റാഫുകാർ നോക്കുന്നത്, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. എനിക്ക് എപ്പോഴും SBI ബാങ്കിൽ നിന്ന് ഒരു മോശമായിട്ടുള്ള ഒരു അനുഭവമാണ് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് SBI ബാങ്ക് ഞാൻ ഒരു കാര്യത്തിന് ഞാൻ പ്രിഫർ ചെയ്യത്തില്ല. പണ്ടെങ്ങാണ്ട് ഒരു അക്കൗണ്ട് തുടങ്ങിപ്പോയി, അതിലിപ്പോൾ പൈസ പോലും ഞാൻ ഇടാറില്ല. കാരണം എപ്പോഴും ഞാൻ ലോൺ എടുക്കാൻ പോയപ്പോഴാണെങ്കിൽ പോലും എനിക്ക് ബാഡ് എക്സ്പീരിയൻസ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഫെഡറൽ ബാങ്കിൽ നിന്നാണ് ഞാൻ NRI അക്കൗണ്ട് തുടങ്ങിയത്. അത് കഴിഞ്ഞ് ഞാൻ നേരെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷേക്ക് ഞാൻ ഓൾറെഡി കുടിച്ചായിരുന്നു. അപ്പോൾ അമ്മൂമ്മയ്ക്ക് ഞാനൊരു കരിക്കൻ ഷേക്ക് മേടിച്ചു കൊടുത്തു. അപ്പോൾ അമ്മൂമ്മയെ കൊണ്ട് എപ്പോഴെങ്കിലുമൊക്കെ പുറത്ത് പോകണം, എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കണം എന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. അത് നടന്നു. ഇനി അടുത്ത എനിക്കുള്ളൊരു ടാസ്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് 2-3 ഷൂട്ട് ഉണ്ടായിരുന്നു നാട്ടിൽ. അപ്പോൾ ഞാൻ UK പോകുന്നതിന് മുന്നിലേ ആ ഒരു ഷൂട്ടുമായിട്ട് കമ്മിറ്റ് ചെയ്തിട്ടാണ് പോയത്. അപ്പം ഞാൻ നാട്ടിൽ പോയിട്ട് ആ ഷൂട്ടുകൾ എനിക്ക് ചെയ്യണം, നല്ല നല്ല ഫോട്ടോസ് കിട്ടണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അത് കഴിഞ്ഞ് നേരെ കല്യാണ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. കാരണം കല്യാണ വിശേഷങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതും എങ്ങനെയാണ് ഒരുങ്ങേണ്ടതും ഒക്കെ ഞാൻ ഓൾറെഡി 3 months മുന്നിലുള്ള പ്ലാൻഡ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയ ടാസ്ക്കാണ് എൻ്റെ മുടി ഞാൻ ഹെയർ സ്മൂത്തനിങ്ങും കളറിങ്ങും ചെയ്തതിന് ശേഷം സ്പാ ഒന്ന് ചെയ്യണമെന്നുണ്ടായിരുന്നു. സ്പാ ചെയ്യാൻ ഫെയറിൽ പോയപ്പോഴത്തേക്കും ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ 4-5 ശിവാസ് ബ്യൂട്ടി പാർലർ എന്ന് പറയുന്നൊരു പാർലറിൽ പോയിട്ടാണ് ചെയ്തത്. അടിപൊളി സ്പാ ആയിരുന്നു. സ്പായൊക്കെ കഴിഞ്ഞ് ഹെയറൊക്കെ സെറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ജസ്റ്റ് എനിക്ക് നല്ലവണ്ണം പേഴ്സണലി എനിക്കത് ഇഷ്ടപ്പെട്ടു. കാരണം അടുത്ത ദിവസം കല്യാണമായിരുന്നു. ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ അടിച്ചു പൊടിക്കേണ്ട വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ കല്യാണ വിശേഷങ്ങളാണ്. നിങ്ങൾക്കറിയാം, ബന്ധുക്കളും റിലേറ്റീവ്സും എല്ലാവരും വരുന്നത് എൻ്റെ ഇത്രയും നാളത്തെ കാത്തിരിപ്പും കല്യാണത്തിന് വേണ്ടിയിട്ടായിരുന്നു എന്ന്. ഇത് കല്യാണത്തിൻ്റെ തലേ ദിവസമാണ്. ഒരുപാട് റിലേറ്റീവ്സ് വരുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, കാണുന്നുണ്ട്, UK വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇതിനെല്ലാത്തിനും ഉപരി എല്ലാവരുടെയും ചോദ്യം എപ്പോൾ വന്നു, എപ്പോൾ പോകുന്നു എന്നാണ്. അപ്പം ഞാൻ വേറെ ആര് വന്നു, പിന്നീട് ആദ്യമൊക്കെ ഞാൻ പറഞ്ഞു മടുത്തു. പിന്നീട് ആര് വന്ന് എപ്പോൾ വന്നു എപ്പോൾ പോകുന്നു എന്ന് ചോദിക്കുമ്പം എപ്പോൾ വന്നു എന്ന് ചോദിക്കുമ്പോൾ തന്നെ ഞാൻ പറയും March 15 വന്നു, May 5 ഞാൻ പോകും എന്ന് മുൻകൂട്ടി ഞാൻ അങ്ങ് പറയും. പക്ഷെ കല്യാണം വാസ് ഓസം എന്ന് തന്നെ പറയാം. കുറേ എൻ്റെ റിലേറ്റീവ്സും ബന്ധുക്കളും ഫ്രണ്ട്സും ഫാമിലിയും എല്ലാവരും കൂടി ഒത്തുകൂടാൻ കിട്ടിയ ഒരു അവസരം തന്നെയാണ് കല്യാണം എന്ന് പറയുന്നത്. അപ്പം
എൻ്റെ കുടുംബത്തിലെ ലാസ്റ്റത്തെ പെൺതരി ഞാനാണ്, നടുക്കുള്ളവളാണ് ഇവൾ കല്യാണം കഴിച്ച് പോയതിൻ്റെ ഒരു വിഷമവും ഉണ്ട്. പിന്നെ നമ്മളാരും നാട്ടിലില്ലല്ലോ. അപ്പോൾ കല്യാണത്തിൻ്റെ എൻ്റെ ഡ്രസ്സ് ഇതായിരുന്നു. ഇതിന് വേണ്ടിയിട്ടുള്ള തിരക്കായിരുന്നു എനിക്ക് ഓൾമോസ്റ്റ് എപ്പോഴും ഞാൻ പുറകെ ഓടി ഓടി നടക്കുന്നത്. കല്യാണത്തിന് ഞങ്ങൾ അടിപൊളി ഡാൻസും ഉണ്ടായിരുന്നു. പക്ഷേ ഡാൻസിൻ്റെ വോയിസ് എനിക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാനത് വോയിസ് കവർ ചെയ്തിട്ടേനെ. പക്ഷെ നല്ല വീഡിയോസും കിട്ടിയില്ല, ആ ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ അവിടെ പോയപ്പോഴത്തേക്കും എല്ലാവരും എന്നെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. ഇവളെന്താണിത്, UK എന്നൊക്കെ ഇത്രയും പത്രാസ് കാണിച്ച് വന്നതാണ്. പക്ഷെ അല്ല ഗൈസ്, എനിക്ക് എന്തെങ്കിലും സംതിങ് വെറൈറ്റി ആയിട്ട് ഈ ഒരു കല്യാണത്തിന് വേണം എന്നുണ്ടായിരുന്നു. കാരണം ഞങ്ങളെ കുടുംബത്തിൽ അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ലാസ്റ്റത്തെ കല്യാണം ആണ് ഇത്. അപ്പം അത് എങ്ങനെയാണെങ്കിലും ഞാൻ അടിച്ച് പൊളിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കോസ്റ്റ്യൂമും എല്ലാം ഡിസൈൻ ചെയ്തതും ഞാൻ എല്ലാ രീതിയിലും പ്രാക്ടീസ് ചെയ്തതും പിന്നെ എല്ലാം നിന്നത്. പക്ഷേ ഇതും ഈ ഒരു ഡ്രസ്സും പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ റിസപ്ഷന് പോകുന്ന സാരിയുമാണ് ഞാൻ ഡിസൈൻ ചെയ്തെടുത്തത്. ആ സാരി വാസ് ഓസം എന്ന് പറഞ്ഞാൽ അടിപൊളി സാരിയാണ്. ക്ലോത്ത് എന്ന് പറഞ്ഞാൽ നല്ല ക്ലോത്താണ്. വൈറ്റിൽ രണ്ടും ഞാൻ വൈറ്റ് ചൂസ് ചെയ്ത് എന്താണെന്ന് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാം, വൈറ്റ് കളറ് എല്ലാത്തിൻ്റെ കൂടെയും ചേരുമല്ലോ. ഇപ്പോൾ റെഡും വൈറ്റും ബ്ലൂവും വൈറ്റും ഒക്കെ ആണെങ്കിൽ എല്ലാത്തിനോടെയും ചേരും. അപ്പോൾ എനിക്ക് പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്. ഫുഡ് അടിച്ച് പൊളിച്ച് കഴിക്കുക എന്നുള്ളതാണ്. അപ്പം എനിക്കിഷ്ടപ്പെട്ട ടൊമാറ്റോസിലാണെങ്കിലും നല്ല നാടൻ മീൻ വിഭവങ്ങൾ കിട്ടുന്ന കടകളിലാണെങ്കിലും ഒട്ടുമിക്ക ഷോപ്പുകളിലും എനിക്ക് എന്തായാലും പോകാൻ പറ്റി. ഞാൻ പോയി നല്ലോണം അടിച്ച് പൊളിച്ച് ഫുഡ് കഴിക്കുകയും ചെയ്തു. ഞങ്ങൾ പോത്തീസിലെ പാത്രങ്ങൾക്ക് നല്ല ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോത്തീസിലെ പാത്രങ്ങൾ മേടിക്കാൻ വന്നതാണ്. അപ്പം ഞാനൊരു പുട്ടുകുറ്റിയും ഇങ്ങനത്തെ ഒരു പാത്രവും മേടിച്ചിട്ടുണ്ട്. ഇത് മറ്റേ കറികളൊക്കെ അടച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കുഞ്ഞു പാത്രവും പുട്ടുകുറ്റിയാണ് മേടിച്ചേക്കുന്നത്. ഇതുകൂടി മേടിക്കട്ടാമ്മ, ഇത് വേണം എനിക്ക്. അവിടെ കിട്ടോ, MRP കിട്ടോ? സോ 2 സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. അമ്മ ഇവിടെ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പോത്തീസാണ് 2 സാധനങ്ങൾ വാങ്ങിച്ചു, പുട്ടുകുറ്റി വേറൊരു സാധനവും കേട്ടോ. ലെഗിൻസ്, എനിക്ക് യൂണിഫോമായിട്ട് ലെഗിൻസൊക്കെ ഇടാൻ വേണം. അപ്പോൾ ലെഗിൻസൊക്കെ ഞാൻ ഇവിടെ നിന്നാണ് മേടിച്ചേക്കുന്നത്. അപ്പം ഷോപ്പിങ്ങിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങ് നടന്നു. ഇനി പോകാൻ ഒരു 6-7 ദിവസം കൂടിയാണ്. 7 ദിവസം കൂടി. ഇവിടെ ഹോൾസെയിലായിട്ട് എടുക്കുന്ന ഷോപ്പാണ്, അതുകൊണ്ട് റേറ്റും കുറച്ച് നല്ല കുറവാണ്. പിന്നെ നല്ല നല്ല ക്വാളിറ്റി ഉള്ള സാധനവും കിട്ടും. ലൈക്ക് 2 ലെഗിൻസൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ലെഗിൻസൊക്കെ മേടിച്ചിട്ടുണ്ട്. നമ്മൾ അമ്മയ്ക്ക് ചെരുപ്പൊക്കെ മേടിച്ചിട്ട് നമ്മളൊരു സ്ഥലത്തെത്തി. നമ്മളിവിടെ പോവുകയാണ്, ഞാൻ അകത്ത് കയറാൻ പോവുകയാണേ. അപ്പം അമ്മ കട്ടക്കലപ്പിലാണ്, മുഖം കണ്ടാലേ അറിയാം. ഡ്രസ്സിന് മാച്ചായിട്ടുള്ള ചെരുപ്പല്ല, പക്ഷെ ഞാൻ മേടിച്ചു കൊടുക്കും. എൻ്റെ അമ്മയ്ക്ക് ലുലു മോളിൽ നിന്ന് ഞാൻ നല്ല അടിപൊളി ബ്രാൻഡഡ് ചെരുപ്പ് മേടിച്ചു കൊടുക്കും. ഇല്ല മമ്മി? മമ്മി ദേശീയ മുഖം ഇടും, ദേശത്തിൽ നിന്നേക്കാൾ ഒരു ഭംഗിയില്ല മമ്മി. ഇല്ല ഗൈസ്, ട്രൂ അല്ലേ? നിങ്ങൾ എന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ? അപ്പൊ നമുക്ക് ഇറങ്ങാം. പോവാച്ചാ, ഞാൻ പറഞ്ഞു വഴി പല സാധനങ്ങളും കാണും, ഇതൊന്നും വാങ്ങിച്ചു തരാൻ പറയുന്നത്. ഞാൻ പോവാം. ടാറ്റ പറ, ഇവിടെ ടാറ്റ പറ. ഉമ്മ അതെ കൊടുക്ക്. സൂപ്പർ ഉമ്മ. നീ കരണെങ്കിൽ നോക്കിയാണ്, നീ കരണ ക്യാമറ കൂടെ നോക്ക്. ഭയങ്കര വികൃതി കാഴ്ച ഈ കുട്ടിക്ക്. നിങ്ങൾ അമ്മ എക്ക് ഭയങ്കര വികൃതി, ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ലുലു മോൾ പോവാണ് ഗൈസ്, ഞങ്ങൾ പോവാണ്. അങ്ങനെ ഞാൻ അപ്പുറത്തെ ഊട്ടുപുരയിൽ പോയി ഒരു ചായ മേടിച്ചിട്ട് വന്നു. അച്ഛൻ ചായ കുടിക്കുവാണ്, അമ്മ ഇവിടെ ഇരിക്കുവാണ്. ഞാൻ ഇവിടെ ഇരുന്ന് ഫോൺ നോക്കുന്നുണ്ട്.
ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഞാൻ താഴോട്ട് പോകും. എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ കാണാൻ വരാൻ, അപ്പോൾ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് പോകും. അപ്പം ഇവരിവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കുവാണ്. അച്ഛനും അമ്മയും കുറേ തള്ളിയിട്ടുണ്ട് ഇങ്ങനെ ഇരുന്ന് കഥ പറയുന്നത് ഞാൻ കണ്ടു. അവർക്കൊരു സ്പേസ് കിട്ടാത്തതുകൊണ്ടായിരിക്കും. ഇപ്പം നല്ല സ്പേസ് കിട്ടുന്നുണ്ട്, നല്ല കഥയും പറയുന്നുണ്ട്. അപ്പം അവർ ഹാപ്പിയാണെന്ന് എനിക്ക് തോന്നുന്നു. നോക്കി അവരെന്ത് ക്യൂട്ടായിട്ടാണ് കഥ പറയുന്നത്. നാട്ടുവിശേഷങ്ങളും വീട്ടുവിശേഷങ്ങളും ഒക്കെയാണ് അവർ പറയുന്നത്. എന്തായാലും ലവ് യു അമ്മ, ലവ് യു അച്ഛാ, ഓൾവേസ്. ഞാൻ നിങ്ങളെ പൊന്നു പോലെ. അടുത്ത എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അച്ഛനും അമ്മയും കൊണ്ട് പുറത്തു പോകാനുള്ളതെന്നുള്ളത്. അച്ഛനും അമ്മയും ഒരുമിച്ച് കിട്ടുക ഒരു ടാസ്ക് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ അന്ന് ദിവസം ഞാൻ രണ്ടുപേരെയും ഒരുമിച്ച് ജോയിൻ ചെയ്യിപ്പിച്ച് ഞങ്ങൾ പുറത്തു പോയി. ഒരുപാട് സ്ഥലങ്ങളിൽ പോയി. അച്ഛനമ്മയും കഴിച്ചിട്ടില്ലാത്ത ഫുഡ് മേടിച്ചു കൊടുത്തു, അവർ പോയിട്ടില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ബിയർ മേടിച്ചു കൊടുത്തു, അടിച്ചു പൊളിച്ചു. അതിനുശേഷം വരുന്ന നമുക്ക് കിട്ടുന്ന ടാസ്ക്കാണ് ഫാമിലി മെമ്പേഴ്സിനെ കാണാൻ പോകുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെ വീട്ടിൽ കാണാൻ പോവുക, അവരുമായിട്ട് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യുക. എന്തായാലും 45 ദിവസം ലീവിന് വന്നേലും ഒരു ദിവസം പോലും അവരെ കാണാതെ പോകുന്നത് മോശമല്ലേ? അവർ മോശം വിചാരിച്ച എന്താണെന്ന് നമ്മൾ വിചാരിക്കത്തില്ല. പക്ഷേ അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി എനിക്കില്ല. പക്ഷേ എനിക്കിഷ്ടപ്പെട്ട 2-3 ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെ എനിക്ക് കാണാൻ പോകണം എന്നുണ്ടായിരുന്നു. അപ്പം കുറച്ച് വയ്യാതെ കിടക്കുന്ന ആൾക്കാരും അവരും ഇവരൊക്കെ ആയിട്ട് ഒരുപാട് പേര്. അപ്പം അതും ഇച്ചിരി കുറച്ചൊരു ടാസ്ക് ആയിട്ടുള്ള കാര്യമല്ലേ ഗൈസ്? എൻ്റെ അമ്മയ്ക്ക് എന്ത് പറയാനുണ്ട് ഗൈസ്? പറ. അടുത്ത ജന്മം ഉണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു തൻ്റെടിയായ ഒരു മോളെ വേണം. അതെന്തമ്മ? ടേസ്റ്റ് ഉണ്ട്, മീൻസ് നല്ല ടേസ്റ്റ് ഉണ്ട്. വലിയമ്മയൊക്കെ കഴിക്കാൻ വേണ്ടി ഇരിക്കുവാണ്. ഇവിടെ ഒരാൾ ഇരുന്നിട്ട് കഴിക്കുന്നത് കണ്ടു ഗൈസ്, എൻ്റെ കുട്ടി. സോസും ന്യൂഡിൽസും മുക്കി കഴിക്കണം. കുഞ്ഞെടുത്ത അതാണ് ഇങ്ങനെ. ഇനി തിന്ന മതി, കഴിച്ചോ. കണ്ടോ എൻ്റെ വെരി ഗുഡ് ഗേൾ. വാവ്, സൂപ്പർ ഗുഡ് ഗേൾ. വല്യമ്മ ന്യൂഡിൽസ് കഴിക്കുന്നു. എൻ്റെ അമ്മ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാതെ അത് വായി നോക്കിയിരിക്കുന്നു. ചേച്ചി ന്യൂഡിൽസ് കഴിക്കുന്നു. അമ്മൂമ്മ റൈസ് അല്ലേ? ഞാനും അമ്മൂമ്മ റൈസ് ആൻഡ് ചിക്കൻ കറി എല്ലാം ഉണ്ട്. ഇതെവിടെ പോകണം? നല്ല അടിപൊളി ഫുഡ് കിട്ടും. ഭയങ്കര കുറെ ഡിഷസ്, വെറൈറ്റി ഡിഷസ് കൊള്ളാം. പക്ഷേ ആർക്കും കഴിക്കാൻ വയ്യ. ഞങ്ങൾ 4 മണിക്കെന്തോ അല്ലേ ലഞ്ച് കഴിച്ചത്, ലേറ്റ് ആയതുകൊണ്ട് ഫുഡ് കഴിക്കാൻ ഇപ്പം പറ്റുന്നില്ല. പിന്നെ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു കാര്യമായിരുന്നു ഫാമിലീൻ്റെ കൂടെ ഔട്ടിങ്, എവിടെയെങ്കിലും ദൂരെ സ്ഥലത്ത് പോകണമെന്ന്. പക്ഷെ പോകുന്നതിൻ്റെ 2 ആഴ്ച മുന്നിലേ വരെ എനിക്കതിന് പറ്റിയിട്ടില്ല. കാരണം എൻ്റെ കയ്യിൽ കാറും ഇല്ലായിരുന്നു. പിന്നെ ഓരോരോ തിരക്കുകൾ കാരണം പോകാൻ പറ്റിയില്ല. അവസാനം അവരെല്ലാവരും കൂടെ കൊണ്ട് വീടിൻ്റെ അടുത്തുള്ള കോവളത്ത് തന്നെ 2 ദിവസം വന്ന് സ്റ്റേ ചെയ്യാനാണ് എനിക്ക് പറ്റിയത്. അതിന് ദൂരോട്ട് എനിക്ക് മൂന്നാറോ ഊട്ടിയോ കൊടൈക്കനാലൊക്കെ പോകണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. കൊടൈക്കനാലൊക്കെ പോകണം എന്ന് ആഗ്രഹിച്ച് പോകണം എന്ന് ഉറപ്പിച്ചിട്ട് തന്നെ ഇവിടെ അങ്ങോട്ട് പോയത്. പക്ഷേ നാടെത്തിയപ്പോഴത്തേക്കും സാഹചര്യം മാറി. ഗൈസ്, ഇത്രയും നേരം ഞാനും അമ്മയും കൂടെ ഫെഡറൽ ബാങ്കിൻ്റെ
അവിടെ നിൽക്കുമായിരുന്നു എൻ്റെ ഇൻ്റർനെറ്റ് ബാങ്കിങ് ശരിയാക്കാൻ വേണ്ടിയിട്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ എയർടെലിൻ്റെ ഇവിടെ വന്നു സിം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സിം ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല, ഒന്ന് ഞാൻ ചോദിച്ചു നോക്കട്ടെ. സോ ഗായ്സ്, ഞാനും അമ്മയും കൂടി അപ്പം ഫസ്റ്റ് ഫെഡറൽ ബാങ്കിൽ പോയി. അവിടെ പോയിട്ട് ഇൻ്റർനെറ്റ് ബാങ്കിങ്ങും പിന്നെ NRI അക്കൗണ്ട് തുടങ്ങിയതിൻ്റെ ബാലൻസ് അക്കൗണ്ട് ഒന്ന് ആക്ടിവേറ്റ് ആക്കാനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവിടെ പോയത്. പക്ഷേ ഇന്ന് ഓൾറെഡി ലേറ്റ് ആയിരുന്നു. എന്നാലും അവരെനിക്കൊരു വെർച്വൽ കാർഡ് തന്നു. കാർഡ് നാളെ വരത്തുള്ളൂ, നാളെ മറ്റന്നാളെ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇതിന് വന്നില്ല. വരുവാണെങ്കിൽ അമ്മേനെ കൊണ്ട് കളക്ട് ചെയ്യിപ്പിക്കാൻ പറഞ്ഞു. എന്നിട്ട് അടുത്ത് ഞങ്ങൾ പോയത് എയർടെലിൻ്റെ സിം ആക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ സിം എയർടെലാണ്. അപ്പം ആ സിം സിം ആക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ അവർ പെട്ടെന്ന്, ഞാൻ ഇത്രയും പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. 5-6 വർഷങ്ങൾക്ക് മുന്നിൽ അമ്മയുടെ പേരിലെടുത്ത സിമ്മാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എൻ്റെ പേരിൽ ഓൺ സിം അല്ല ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഇത്ര പെട്ടെന്ന് എനിക്ക് സിം ആക്കാൻ പറ്റുന്നു ഒട്ടും വിചാരിച്ചില്ല. അവിടെ ചെന്ന് ഇരുന്നു, ആ ചേച്ചി പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു തന്നു. അപ്പൊ ഇതുപോലെ എളുപ്പം തന്നെയാണ് നമ്മൾ അവിടെ UK ഏത് സിമ്മാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതിന്റെ സിമ്മിന്റെ അവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കസ്റ്റമർ കെയറിനെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് സിം ആക്കി തരും. അപ്പൊ ഐഫോൺ യൂസേഴ്സിന് അത് 15 Pro Maxിലൊക്കെ മാത്രമാണ് ഇങ്ങനത്തെ ഒരു 15 ഇപ്പോഴത്തെ വേരിയേഷനിലുള്ള ഫോണിലൊക്കെയാണ് ഒരു സിം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഇത് വന്നേക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർ മറ്റേ സിം സിം ആക്കിയിട്ട് പോയാൽ സീനില്ല. എത്ര സിം വേണമെങ്കിലും നമുക്ക് സിം ആക്കാൻ പറ്റും. 5 സിം, ഒരു ഫോണിൽ 5 സിം വരെ സിം ആക്കാൻ പറ്റും എന്നുള്ളതാണ്. എനിക്കിപ്പോൾ ഒരു സിമ്മിന്റെ ആവശ്യമുള്ളൂ. നാട്ടിലത്തെ സിം സിം ആക്കി അവിടെ ചിലപ്പോൾ OTPയും കാര്യങ്ങളും എല്ലാം ഇതിൽ തന്നെ വരും. എനിക്ക് ഈ ഫോൺ തന്നെ എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റും. ബാങ്കിങ്ങിന്റെ ആപ്പും കാര്യങ്ങളും ഒക്കെ ഇതിലല്ലേ കിടക്കുന്നത്. അതുകൊണ്ട് അപ്പൊ അതും കഴിഞ്ഞു. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് ചാലക്കകത്താണ്. ചാലക്കകത്തുനിന്ന് ഗോൾഡ് ഒന്ന് മാറ്റി മേടിക്കണം. പിന്നെ 2-3 സാധനങ്ങളോട് വാങ്ങാനുണ്ട്. അപ്പൊ നമുക്ക് അവിടെ കാണാം. ബൈ ഗൈസ്, ഞങ്ങൾ സ്വർണ്ണക്കടയിൽ വന്നിരിക്കുവാണ്. ഒരു എക്സ്ചേഞ്ച് ആൻഡ് ഒരു നോസ് റിങ് പിന്നെ ഒരു റിംഗ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല 2 ബ്യൂട്ടിഫുൾ റിങ് എടുത്തിട്ടുണ്ട്. എൻ്റെ മമ്മി ഇങ്ങനെ വായി നോക്കിയിട്ടിരുന്നത് 7:30 കഴിഞ്ഞു ഓൾമോസ്റ്റ്. ഞങ്ങളിനി ഇവിടുന്ന് എപ്പോഴാണ് ലുലു മോളിലൊക്കെ പോയി സാധനങ്ങൾ മേടിക്കാമെന്ന് അറിയത്തില്ല. ഇതിപ്പോൾ ചാലക്കകത്തുള്ള ഒരു കടയാണ് കേട്ടോ ഗൈസ്. ഈ 4 മോതിരമാണ് ഞാൻ എടുത്തേക്കുന്നത്. നല്ല ക്യൂട്ട് മോതിരമാണ് കേട്ടോ. നല്ല ക്യൂട്ട് മോതിരമാണ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ കയ്യിലിട്ട് കാണിച്ചു തരാം. അതെ, ചാലക്കകത്ത് ശ്രീപുരം ജ്വല്ലേഴ്സ്. അങ്കിൾ, ഇവിടെ എങ്ങനത്തെ തരം കളക്ഷൻസ് ആണുള്ളത് പറയൂ, കേക്കട്ടെ. ലൈറ്റ് വെയിറ്റ് സാധനം കണ്ടിട്ട് കൊള്ളാം. നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഗൈസ്. റിങ്സ് ആണെങ്കിലും എല്ലാം നല്ല കളക്ഷൻസ് ഉണ്ട്. മാലകളൊക്കെ നല്ല ഭംഗിയുള്ള മാലകളുണ്ട്. അതെ ചെറിയ കസ്റ്റമേഴ്സിനെയാണ് ഇവർ നോക്കുന്നത്. വലിയ കസ്റ്റമേഴ്സിനെ അവർക്ക് വേണ്ട. പാവം. അതെ, ചെറിയ കസ്റ്റമേഴ്സിന് ചേർന്ന എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. വളയുണ്ട്, കമ്മലുകളുണ്ട്, റിങ്സ് ഉണ്ട്. കണ്ടോ ഗൈസ്, ചാലക്കകത്തുള്ള ശ്രീപുരം ജുവലേഴ്സിൽ നിന്നാണ് ഞങ്ങൾ സാധനം മേടിച്ചത്. ഇവിടെ പണിക്കൂലി നല്ല കുറവായിട്ടാണ് തരുന്നത്. നല്ല സഹകരണമായിരുന്നു. ഞാൻ മേടിച്ച സാധനങ്ങൾ കാണിച്ചു തരാം. ഈ ഒരു 2 റിങ്ങും പിന്നെ ഈ ഒരു 2 റിങ്ങും പിന്നെ ഒരു നോസ് റിങ്ങുമാണ് മേടിച്ചത് കേട്ടോ. ബൈ അങ്കിൾ, താങ്ക് യു സോ മച്ച്. വീഡിയോ എല്ലാവരും കണ്ടല്ലോ. ഇതാണ് ഞാൻ നാട്ടിൽ പോയിട്ട് ചെയ്ത കാര്യങ്ങൾ. ലൈക്ക് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷെ കുറച്ച് കാര്യങ്ങൾ വീണ്ടും പെൻഡിങ് ആണ്. ഇനി കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എൻ്റെ ഫെഡറൽ ബാങ്കിൻ്റെ NRI അക്കൗണ്ട് കാർഡ് ഇതുവരെ വന്നിട്ടില്ല. അത് നമ്മൾ അവിടെ നിന്ന് വേണം മേടിക്കാൻ. അമ്മയ്ക്ക് ഞാനൊരു സൈനിട്ട ഫോം കൊടുത്തിട്ടുണ്ട്. അമ്മ പോയി മേടിച്ചോളും. അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം ഇതൊക്കെയാണ് എൻ്റെ കുഞ്ഞ് നാട്ടിലെ വിശേഷങ്ങൾ. ഒരുപാട് എൻജോയ് ചെയ്തു. പക്ഷെ ആ ചൂട് മാത്രം അൺസഹിക്കബിൾ ആയിരുന്നു. അതില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പൊളിച്ചേനെ സത്യം പറഞ്ഞ. അപ്പം എന്താ പറയുക, എനിക്കപ്പം ഒരുപാട് ഇഷ്ടപ്പെട്ടു എൻ്റെ ഈ ഒരു യാത്ര. ഇതുപോലെ ഇത്രയും ലീവിന് ഇനി എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും നാട്ടിൽ പോകാൻ പറ്റത്തില്ല. കാരണം ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് 2 വീക്സിൽ കൂടുതൽ ഇനി ആർക്കും കെയർ ഹോമിൽ നിന്ന് ലീവ് കൊടുക്കത്തില്ല. ഞാൻ 2 മന്ത്സിന് വേണ്ടിയിട്ടാണ് ഞാൻ പോയത് ഗൈസ്. സോ അത് വെച്ച് നോക്കുമ്പം ഐ എം സോ ലക്കി. പിന്നെ അയ്യോ തുമ്മാൻ വരുന്നു. അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ നീരജ അമ്മൂസ് യൂട്യൂബ് ചാനലോടൊപ്പം നീരജ അമ്മൂസ് ഇൻസ്റ്റ ID കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരും. സോ താങ്ക് യു സോ മച്ച്. ബൈ ഫ്രം നീരജ അമ്മൂസ്.